എടോ, പഴം നിറച്ചത് തിന്നാൻ പൂതിയാകുമ്പോൾ അധികം മെനക്കേടില്ലാണ്ട് ഒരു കുഞ്ഞു പഴം നിറച്ച് ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ ഒന്നെങ്കിൽ പൊടി പരത്തിയിട്ടോ അല്ലെങ്കിൽ പൊടിയിൽ മുക്കിയിട്ടോ അല്ല ഉണ്ടാക്കൽ. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി അറിയാമെന്നൊക്കെ എനിക്കറിയാം. എന്നാലും എൻ്റെ വക ഇരിക്കട്ടല്ലേ ഒരു റെസിപ്പി. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെക്കുക, നെയ്യിടുക, അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങയിലേക്ക് ആവശ്യമുള്ള മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഈ തേങ്ങ വെച്ചിട്ടുള്ള നമ്മളെ ഫില്ലിങ്ങിൽ അത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കൽ. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കൽ. അവിടെ മുട്ട കൂട്ടിയിട്ടും തേങ്ങ കുറച്ചിട്ടും ഉണ്ടാക്കൽ. എൻ്റെ വീട്ടിൽ ഇങ്ങനെ തേങ്ങ കുറച്ച് കൂടുതലും മുട്ട കുറച്ചിട്ടാട്ടോ ഉണ്ടാക്കൽ. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. ഞാനിതാ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ പഴം ഇങ്ങനെ 2 പീസാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം ഫുള്ളായിട്ട് തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മളെ പഴം നിറച്ച് കാണാൻ ഭയങ്കര ക്യൂട്ട്. അതേപോലെ നമ്മളെ പഴം അത്യാവശ്യം നല്ല പഴുപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മുടെ പഴത്തിൻ്റെ സെൻറ്ററിലൊന്ന് കീറി കൊടുക്കാൻ നമ്മളെ ഫില്ലിങ് വെച്ചെടുക്കാം. പരിപാടി കഴിഞ്ഞ്. എത്ര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഒരു ക്രേവിങ്സ് വരുമ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി ഉണ്ടാക്കിയൊക്കെ നല്ല അടിപൊളി സ്നാക്സ് അല്ലേ. നല്ല മഴയും നല്ല ചൂടുള്ള ചായയും നല്ല മുഞ്ചുള്ള പഴം നിറച്ചും അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.